പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ച തൃശൂർ കോർപ്പറേഷൻ. രാത്രിയുടെ മറവിൽ പൊതുകാനയിൽ ശുചിമുറി മാലിന്യം തള്ളിയ രണ്ടുപേരെ വാഹനം സഹിതം പിടികൂടി പോലീസിന് കൈമാറി. കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മേയർ MK വർഗീസ്. മാലിന്യമുക്ത നവകേരള സൃഷ്ടിയുടെ ഭാഗമായി മാലിന്യം തള്ളുന്നവർക്കെതിരെ തൃശൂർ കോർപ്പറേഷൻ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന ആരംഭിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 3:30 കിഴക്കേക്കോട്ടയിൽ മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിൽപ്പെട്ട തോട്ടത്തിൽ ലൈനിലെ പൊതുകാനയിലേക്ക് സെപ്റ്റിക് മാലിന്യം തള്ളുന്നതിനിടെയാണ് കോർപ്പറേഷൻ ഹെൽത്ത് നൈറ്റ് സ്ക്വാഡ് വാഹനം ഉൾപ്പെടെ രണ്ടുപേരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പ്രദേശവാസികൾ അറിയിച്ചതനുസരിച്ച് സ്ക്വാഡ് അംഗങ്ങൾ സ്ഥലത്തെത്തിയെങ്കിലും കാനയിൽ മാലിന്യം തള്ളി സംഘം രക്ഷപ്പെട്ടിരുന്നു. സ്ഥലത്ത് കാത്തിരുന്നപ്പോഴാണ് രണ്ടാമത്തെ ലോഡുമായി സംഘം എത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ VK കണ്ണന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അംഗങ്ങൾ വാഹനം തടഞ്ഞ് രണ്ടുപേരെയും വാഹനവും പിടികൂടി പോലീസിന് കൈമാറി. ഇതിനിടയിൽ സംഘത്തിന്റെ ആക്രമണത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിനേശിന് പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ സ്വദേശി പനങ്ങാട് പഴൂപ്പറമ്പിൽ ഗോപകുമാർ, വയനാട് പുൽപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവരാണ് പിടിയിലായത്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ മേയർ MK വർഗീസ്, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി എന്നിവർ തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലെത്തി. പ്രതികൾക്കെതിരെ FIR ഇട്ടതായും വണ്ടി കോടതിയിൽ ഹാജരാക്കുമെന്നും SI വിപിൻ അറിയിച്ചു. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും തൃശൂർ റേഞ്ച് IG അടക്കമുള്ളവർക്കും പരാതി നൽകുമെന്നും പരിശോധന കർശനമായി തുടരുമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. ഞങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയം ഇനി ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് DGPക്ക് കത്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള DIGക്ക് കത്ത് കൊടുക്കും, SP-ക്ക് അടക്കം കത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഇതുപോലെ കിട്ടുന്ന വാഹനങ്ങളുടെ ഡ്രൈവറുടെയും അതുപോലെ വാഹനത്തിൻ്റെയും പെർമിറ്റും ലൈസൻസും റദ്ദ് ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശക്തമായ പരിശോധനയും ശക്തമായ നടപടി ഉണ്ടാവും. അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, ഉറപ്പും കിട്ടിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ.